2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിനെ പ്രതീക്ഷയോടെ സമീപിക്കുകയാണ് കെഎസ്ആർടിസി. പലതരത്തിൽ പലപ്പോഴായി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ജീവനക്കാരുടെ പരാതികൾ തുടരുകയാണ്. പ്രതിസന്ധിക്കിടയിലും കെഎസ്ആർടിസിയെ കരകയറ്റാനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിലുണ്ടാകുമോ? കെഎസ്ആർടിസിയിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിന് പിന്നാലെയാണ് സംസ്ഥാന ബജറ്റ് വരുന്നത്. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനവും നൽകാൻ മാനേജ്മെന്റ് വല്ലാതെ വിയർപ്പൊഴുക്കുന്നു. അതിനിടയിൽ ധനവകുപ്പിന്റെ കൈത്താങ് ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഈ ബജറ്റ് പ്രഖ്യാപനത്തോടെ നിലവിലുള്ള ശമ്പള കുടിശ്ശിക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ഇപ്പോൾ രാജ്യത്ത് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കൊന്നും തനതായ വരുമാനത്തിൽ നിന്നെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോഴും 50 കോടി രൂപ ശമ്പളത്തിനും 75 കോടി രൂപ പെൻഷനും കൊടുക്കേണ്ടി വരുന്ന ഒരു ഗവൺമെൻറ് 125 കോടി രൂപ ഒരു മാസം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം മുമ്പിലുള്ളപ്പോൾ അത് വർദ്ധിക്കുന്നതല്ലാതെ അതിനെ കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇനി എത്ര KSRTC റവന്യൂ വർദ്ധിച്ചാലും മറ്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നതിനനുസരിച്ച് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ കുറയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു നടപടി കൂടി ഈ ബജറ്റിന്റെ ഭാഗമായിട്ടുണ്ടാകണം. ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പഴക്കം ചെന്ന KSRTC വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ വേണമെന്ന ആവശ്യവും ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകൾ പലതും 10-15 വർഷം പഴക്കം ചെന്നവയാണ്. അത് മാറ്റാനുള്ള നടപടികളും ബജറ്റിൽ വേണമെന്ന ആവശ്യവും ജീവനക്കാർ ഉന്നയിക്കുന്നു. ഇപ്പോൾ ദീർഘദൂരം ഓടുന്ന അല്ലെങ്കിൽ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ പോലും 10 വർഷവും 12 വർഷവും പഴക്കമുള്ള നല്ല കാലപ്പഴക്കമുള്ള വണ്ടികളാണ് നടത്തുന്നത്. 5 വർഷം കഴിഞ്ഞ വണ്ടികൾ ഓടാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരിക്കെ അതിനെ എല്ലാത്തിലും ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ പഴയ വാഹനങ്ങൾ ഇപ്പോൾ ഓടിച്ച് നന്നാക്കി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ദീർഘദൂര സർവീസുകൾക്കുള്ള ബസ്സുകൾ വാങ്ങാനുള്ളൊരു ബഡ്ജറ്റ് പ്രൊവിഷൻ അത് ഇത്തവണത്തെ ബജറ്റിലൂടെ പ്രധാനമായിട്ടുണ്ടാകണം എന്നുള്ളത് ഞങ്ങൾ പ്രധാനമായി ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. കേരള ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇനി KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ പോളിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.